Family Vlogs. A very warm good morning. So, ഇന്ന് നമ്മളുടെ ഡേ ഇൻ മൈ ലൈഫ് നമ്മൾ എടുക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതിനുള്ള മെയിൻ റീസൺ വെച്ചാൽ നമ്മൾ ഇന്ന് 2 മെയിൻ സ്ഥലത്ത് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വിചാരിച്ച ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിക്കോട്ടെ എന്ന്. സോ ആദ്യത്തെ പ്ലേസ് എന്ന് പറയുന്നത് കാട്ടിൽ മേത്തിൽ കോവിൽ അല്ലേ? ആ ഒരു കോവില് നമ്മൾ പോകാൻ സിമ്പിളായിട്ട് അറിയാം, മണികർക്ക കോവിൽ. ആ കോവിലും പിന്നെ രണ്ടാമത്തെ ഒരു ഐലൻഡാണ്. അതൊരു ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റ് ആയിട്ടിരിക്കുന്നതിന്റെ ഫസ്റ്റ് ഒരു എന്തെന്ന് പറയാൻ ഫസ്റ്റ് ഐലൻഡ് ട്രിപ്പാണ്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. സോ നമ്മൾ ഏത് ഐലൻഡാണ് പോകുന്നത് അത് വഴിയേ നമുക്ക് കാണാം. സോ ഇപ്പൊ നമുക്ക് ഇത് നമ്മുടെ ട്രിപ്പ് എനിക്കും നമ്മളെ കൊടൈക്കനാലും ഊട്ടിയും ഒരു ഏപ്രിൽ മാസം നമ്മൾ പോയല്ലോ. അതിനുശേഷം ഒരു അത്ര ലോങ് ആണെങ്കിലും ഒരു ഷോർട്ട് ആയിട്ടുള്ള ട്രിപ്പാണ് അല്ലേ ഏട്ടാ, വിത്ത് അവർ ഗജൻ. സോ എക്സൈറ്റഡ്. ഇപ്പൊ രാവിലെ മണി ഇപ്പൊ എത്ര? 4:45 അപ്പൊ നമുക്ക് ഇവിടുന്ന് ഉടനെ തന്നെ തിരിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വെൽക്കം ടു ദ വീഡിയോ. എന്റെ ഫസ്റ്റ് ബോട്ട് ട്രിപ്പ് അല്ലേ, എനിക്ക് എന്തോ പോലെയാണ് ഗൈസ്. എനിക്ക് ഫുൾ എന്തോ പോലെയാണ്. ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, ഇച്ചിരി പേടിയുണ്ട്. നിങ്ങളിപ്പോ കറങ്ങി ഉണ്ടോ ഇവിടെയാണോ ഈ ഇല പോലുള്ള സാധനം? ഇതില് കായൽ മീൻ കിട്ടോ? നമ്മൾ ഈ വഴിയല്ലാതെ വേറൊരു വഴി കണ്ടുപിടിച്ചേ. പക്ഷെ അത് കുറച്ച് അഡ്വഞ്ചറസ് ആണ്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഇവിടെ ഏത് വഴി? 15 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ സെറ്റ് സാധനം എന്നാൽ അത് മൈനിങ് ഏരിയ ആണ്. മണലിക്കൂടെ ഇങ്ങനെ കാടി അടിക്കടില്ല സാധനം. പക്ഷെ അവിടെ വരായിരുന്നു. പക്ഷെ ഇത് ഇതുവരെയും കയറിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ വഴി വന്നത്. ഇത് ഉച്ചയാകുമ്പോ ഈ സാധനം ഇല്ലേ, ഉച്ചയാകുമ്പോ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. പറഞ്ഞില്ലേ വേറൊരു വഴിയുണ്ട്. ആ വഴി കണ്ട ഒരു യെല്ലോ കളർ മണൽ പോലെ ഇരിക്കുന്നത്. ആ വഴിയല്ലേ ഏട്ടാ? ആ വഴിയാണ് നമ്മൾ വന്നത് ഏട്ടാ. സെറ്റ് സ്ഥലമല്ലേ ആ വഴി. അവിടെ കടലും ഉണ്ട്. കടലും മീനാണ്. അത് വേറൊരു സാധനം അല്ല. അപ്പൊ നമുക്ക് ബീച്ചിലും കൂടെ പോകണം. ബീച്ചിൽ പോണം. പിന്നെ ഞാൻ എന്തൊരു എക്സൈറ്റ്മെന്റ് ആണ്. എനിക്കറിഞ്ഞൂടെ എന്തൊരു എക്സൈറ്റ്മെന്റ്. ആ തിന്നണ സ്ഥലം അന്നദാനം പ്ലേസ് ആണത്. ഇവിടെ ഒരു പശുവും കൂടെ ഉണ്ടായിരുന്നു. ഇത് എന്റെ സെക്കൻഡ് ടൈം ആണ് കേട്ടോ. സെക്കൻഡ് ടൈം. ഫസ്റ്റ് ടൈം എപ്പം പോയത്? ഈ മാസം തന്നെ ഫസ്റ്റ് വീക്കിലാണ് പോയത്. ഇത് സെക്കൻഡ് ടൈം. സോ ഈ മണി കെട്ടുന്ന ആ മരവും കൂടെ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് കേട്ടോ ഫ്രണ്ട് എന്ന് പറയുന്നത്. മണ്ഡപം അതാണ് ഫ്രണ്ട്. അതെ, ഇതാ ഈ സൈഡ് ഉണ്ട്. ഇതാണ് മണി കെട്ടുന്ന ആൽമരം. നിറച്ച് മണി ഇരിക്കുന്നുണ്ടാ, കാണാൻ പറ്റുന്നുണ്ടാ? നിറച്ച് മണിയുണ്ട്. പിന്നെ ഒരു ഐതിഹ്യം എൻ്റെ ഒരു അറിവില് എന്ന് പറയുന്നത്, ഇവിടെ ഒരു പണ്ടൊരു സ്വാമി ഉണ്ടായിരുന്നു. ആ സ്വാമി നടന്നു പോയപ്പം താഴെ ഒരു മണി കിടക്കുന്നുണ്ട്. അങ്ങനെ ആ മണി കയറി ഈ ഒരു മരത്തിലാണ് കിട്ടിയത്. ഈ ഒരു മരത്തിൽ കെട്ടിയപ്പം ആ സ്വാമി ആഗ്രഹിച്ച എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുകയും ഇവിടെ കുറച്ചും കൂടെ ഐശ്വര്യം കൂടി. അപ്പം ആ സ്വാമി വിചാരിക്കുന്നത് വെച്ചാൽ ഈ മണി കെട്ടിയോണ്ടാണ്, ദേവിക്ക് മണിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പം മണി കെട്ടിയാൽ ആഗ്രഹം നടക്കുമെന്ന് ഒരു ചെറിയൊരു ഐതിഹ്യം. ഇതല്ല എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ഒരു അറിവിൽ ഇതാണ്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. കറക്റ്റായിട്ട് എന്താണോ അത് കമൻറ്റിൽ നിങ്ങൾക്ക് അറിയാവുന്ന കഥകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ അങ്ങനെ 7 പ്രാവശ്യം മണി കെട്ടണം അല്ലേ ഏട്ടാ? നമ്മളൊരു ആഗ്രഹം പറഞ്ഞിട്ട് അത് 7 പ്രാവശ്യം ഒന്നും ഇവിടെ മണി കെട്ടണം. സാധിച്ചിട്ട് 7 പ്രാവശ്യം മണി കെട്ടിയ ശേഷം ആഗ്രഹം സാധിക്കണോ? സാധിച്ച ശേഷം എന്തോ പൊങ്കാല ഇടണം കണ്ട. അവിടെ വന്ന് പൊങ്കാല ഇടണം ആഗ്രഹം സാധിച്ച ശേഷം. എന്നാലേ ശുഭം ആവുള്ളൂ എന്നാണ് പറയുന്നത് ഐതിഹ്യം. ഓക്കെ,
അപ്പൊ ഇനി നമ്മൾ എന്താണ്, ഇപ്പൊ നമ്മൾ ഇവിടുത്തെ കോവിലൊക്കെ ദർശനം എല്ലാം കഴിഞ്ഞു, പണിയെല്ലാം കെട്ടി, പ്രസാദമൊക്കെ വാങ്ങിച്ചെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ഡയറക്റ്റ് എവിടെ പോകും? അന്നദാനം കിട്ടുന്നുണ്ടെന്ന് നോക്കണം. സാധാരണ ഇവിടെ അന്നദാനം കഞ്ഞിയാണ്, അല്ലെങ്കിൽ ചില ടൈം ഉപ്പുമാവായിരിക്കും. ഇന്നിപ്പോൾ ഏതാണെന്ന് അറിഞ്ഞുകൂടാ, പോയി നോക്കണം. കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? പുറത്തേക്ക് കഴിക്കും. ഓക്കെ, അപ്പം ഇറങ്ങാം. അതാണ് മൈനിങ് ഏരിയ. എന്താ ഇവിടെ ഇരിക്കുന്ന മണലെല്ലാം കൊണ്ട് അവിടെ ഇടും. ഇവിടെ നിന്നാണ് എടുക്കണത് മണല്? അല്ലല്ലോ, എല്ലാത്തിനും മണലെടുക്കും കേട്ടോ. എന്നിട്ട് അവിടെ കൊണ്ടുപോയി ഇങ്ങനെ കൂമ്പിയിടും. കൂമ്പിയിട്ട ശേഷം ഓരോ ലോറികൾ വന്ന് ഓരോ സെറ്റ് മണല് കൊണ്ടുപോയിട്ട് എന്തോ മൈനിങ് ചെയ്യുമല്ലേ, ക്ലീൻ ചെയ്ത് അതിൽ ആവശ്യമുള്ളത് എടുക്കും. ക്ലീൻ ചെയ്ത് എന്തോന്ന് എടുക്കും? ആവശ്യമുള്ള മിനറൽസ് എടുത്തിട്ട് ഒരു ഫാക്ടറിയെ കൊണ്ട് അതൊന്നും കാണിച്ചുകൊണ്ട് പറ്റില്ല. ആ ഫാക്ടറിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ടൈറ്റാനിയാണ് ഉണ്ടാക്കുന്നത്. അല്ല, കേരള എന്തോ ഇതാണ്. അതല്ല, അതിന്റെ അകത്ത് എന്താണ് ഉണ്ടാക്കുന്നത്? എല്ലാ മെറ്റൽസും ഉണ്ട്. എല്ലാ മെറ്റൽസും ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി. അത് ഫാക്ടറി കാണിച്ചിട്ടുണ്ടായിട്ടില്ല, കുറച്ച് ദൂരെയാണ്. ഓക്കെ, ഇനി ഇവിടുത്തെ ഒരു പ്രത്യേകത കൂടെ, ഇതിന്റെ മണല് നോക്കിയാൽ കറക്റ്റ് കറുത്ത മണലാണ്. കണ്ട, കറുത്ത മണലാണ് അല്ലേട്ടാ. പറയാന്ന് വെച്ചാൽ ഈ മണലിന് കൂടുതൽ റേഡിയേഷൻ ഉണ്ടെന്നാണല്ലേ പറയണത്. പിന്നെ വെയിലത്ത് നല്ല ചൂടാവും. വെയിലത്ത് നല്ല ചൂടാവുന്നാണ് പറയുന്നത്. ഞാൻ ഇതുവരെ വെയിലത്ത് ഇവിടെ നിന്നിട്ടില്ലാത്തോണ്ട് എനിക്ക് എന്റെ എക്സ്പീരിയൻസ് അറിഞ്ഞൂടാ. ഓക്കെ, അപ്പൊ ശരി. എന്റെ ആഗ്രഹപ്രകാരം ബീച്ചിലെത്തിയിരിക്കുകയാണ്. വേറെ എവിടെയില്ല, കോവിന്റെ തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു ബീച്ചുണ്ട്. അവിടെ മീനൊക്കെ പിടിച്ചു വെക്കണുണ്ടാ മീൻ. പക്ഷെ ഇവിടെ മീൻ പിടിക്കുമല്ലേ? ഞാൻ വിചാരിച്ചത് നീണ്ടകരയിൽ മാത്രം മീൻ പിടിക്കുന്നു എന്നാണ് വിചാരിച്ചത്. നമ്മളെ കാല് വെച്ച് ഇങ്ങനെ ഒരു വീഡിയോ ഏതോ തുണ്ടികൾ തുള്ളിയോ കാതോർക്കയായി. പേടിച്ചാണ് ഇപ്പൊ നിക്കുന്നത്. ഇപ്പഴത്തെ അപ്പുറത്തൊന്നും കണ്ണാടി പോലും ഇല്ല കേട്ടോ. ടിക്കറ്റ് ടിക്കറ്റ് രണ്ടുപേർക്ക് 300 രൂപ. എനിക്ക് കൊടൈക്കനാൽ ലേക്കാണ് സോങ് പറഞ്ഞത്. അതേപോലെ ഞാൻ വല്ല ഷോ കാണിക്കുന്നത്. ഫുൾ ആട്ടം കേട്ടോ, വല്ലാത്തൊരാട്ടം. ടെൻഷനാണ് മൊത്തത്തിൽ. എക്സാം ഒക്കെ എഴുതാൻ വേണ്ടി പോണ ടെൻഷനാണ് എനിക്ക് ആവണത്. സ്പീഡ് ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. വരും നിന്റെ താളവും തങ്കത്തിങ്കൾ തേരേറി വർണ്ണപ്പൂവിൻ തേൻ തേടി വേലിത്തുമ്പിൽ കൈമാറും മോഹങ്ങളെ എന്നും നിന്നെ കൺകോണിൽ നിന്നും പൊന്നായി കാത്തു. ഞാൻ ഫൈനലി എക്സൈറ്റഡ് ആയിരിക്കുന്ന ഐലൻഡിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഏതെന്നല്ലേ, ലുക്ക് അറ്റ് ദേർ സാമ്പ്രാണിക്കൊടിയാണ് ഗൈസ്. കറക്റ്റല്ല സ്പെല്ല് ചെയ്യണത്. സാമ്പ്രാണിക്കൊടി ഐലൻഡിൽ ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഞാൻ മൊത്തത്തിൽ കൊച്ചുങ്ങളൊക്കെ കുഞ്ഞു പിള്ളേർക്ക് ഒരു ഈസിയായിട്ട് ഇറങ്ങി. താഴെ കല്ലാണ് കേട്ടോ. ഞാൻ വിചാരിച്ച മണ്ണായിരിക്കും, പക്ഷെ താഴെ കല്ലാണ്. ഞാൻ ഭയങ്കര ത്രില്ഡാണ് ഇരിക്കുന്നത്. എനിക്ക് എന്തെന്നുണ്ട്, എനിക്ക് വെള്ളം അറിയാലോ, പൊതുവെ എനിക്ക് ബീച്ച് ഭയങ്കര ഇഷ്ടമാണ്, വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഐ ഗോഡ്, ഐ ആം സോ എക്സൈറ്റഡ്. എന്റെ ഇവിടെ വരെ വെള്ളമുണ്ട്. അടിയിൽ ഇപ്പം പായലായി. പക്ഷേ ഇല്ലേ, ഞാൻ ഏതൊരു വീഡിയോ കണ്ട് നമുക്ക് അപ്പുറത്ത് ആ ടൈമിൽ പോവായിരുന്നു കേട്ടോ. ആ വീഡിയോയിൽ അവിടെയൊക്കെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, അങ്ങോട്ട് തന്നെയാ എന്തോ, അതിനെ മേരി ഐലൻഡ് അങ്ങനെ എന്തോ ആണ് പറയുന്നത്. ഞാൻ വരണില്ല വീട്ടിൽ, ഞാൻ ഇവിടെ തന്നെ താമസിച്ചു.
കലവറിയാതെ ഏതോ കിനാവു പോലെ പ്രണയ നിലാക്കിളി പാടി ഇതുവരെ വന്നുണർന്നിടാത്തൊരു പുതുരാഗം എവിടെ മറന്നു എന്റെ പേര് ഇങ്ങനെ മുളച്ചു വന്നേക്കണതാ. എന്റെ ഫസ്റ്റ് ടൈം ഇൻ ബോട്ട് അല്ല, ബോട്ടല്ല വള്ളം അല്ലേ. ഓടൊന്നും ഇല്ല, വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു. എന്തെങ്കിലും നന്നാടോ ഇവിടെ. ഈ നമ്മളൊരു എന്താ കേട്ടാ നമ്മളെ ബ്ലാക്ക് ഒരു ഇംഗ്ലീഷ് മൗണ്ടുള്ള ബ്ലാക്ക് വാട്ടർ, അതേപോലെ എനിക്ക് ഒരു ഇത് തോന്നല്ലേ. ആ ഒരു അനാക്കൊണ്ട ക്രോക്കഡൈൽ പോലെയൊക്കെ ഉള്ള ഒരു ഫീലുണ്ട്. പക്ഷെ അടിപൊളി ഇതിൽ വല്ല ആഴമൊന്നുമില്ല, അതുകൊണ്ടാണ് ഇത്രയും കച്ചിലിരിക്കുന്നത്. ഇല്ലെങ്കിൽ അറിയാലോ നിങ്ങൾക്ക്, ഞാൻ എന്നെ പേടിച്ച് തൂങ്ങിയിരുന്നു. എനിക്ക് അത്രയ്ക്ക് പേടിയാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നാണ് അല്ലേ ഏട്ടാ. വെള്ളം ഇഷ്ടമാണ്, പക്ഷെ പേടിയോ. ഐ ആം എൻജോയിങ് മൈ ലൈഫ് വെരി എന്തോന്ന് പറയാ ഹാപ്പിലി. ഓക്കെ.